ഓരോരോ ഊടായിപ്പോയിട്ട് ഒരാൾ ഇറങ്ങിക്കോളും. ഇതൊക്കെ നമ്മൾ കുറെ കേട്ടതാ, കുറെ EMT മറ്റേത് മറിച്ച് എന്ന് പറഞ്ഞത് ഒരുപാട് ക്ലാസ്സുകൾ ചെയ്ത ആളാണ് ഞാൻ. പിന്നെ മേലാതെ ഇങ്ങനത്തെ ഊടായിപ്പൊന്നായിട്ട് ഇറങ്ങാം കേട്ടോ. ഇന്ന് രാവിലെ തന്നെ ഒരു തെറിവിളിയും കേട്ടോണ്ടാണ് ഫോൺ തുറന്നത്. ആ തെറിവിളി ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. തെറിവിളി എല്ലാം നെഗറ്റീവായിട്ട് പറയുന്ന രീതിയിൽ അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ. ആദ്യം സുഹൃത്തെ, ഉടവന് ഈ മൊബൈൽ വാൾപേപ്പറിൽ മാറ്റിട്ടായിരിക്കില്ല അദാനി മറ്റേ നിരവധി അംബാനിയൊക്കെ പണക്കാരനെ ഓരോരോ ഊടായിപ്പോയിട്ട് ഒരാൾ ഇറങ്ങിക്കോളും. ഇതൊക്കെ നമ്മൾ കുറെ കേട്ടതാ, കുറെ EMT മറ്റേത് മറിച്ച് എന്ന് പറഞ്ഞത് ഒരുപാട് ക്ലാസ്സുകൾ ചെയ്ത ആളാണ് ഞാൻ. പിന്നെ മേലാതെ ഇങ്ങനത്തെ ഊടായിപ്പൊന്നായിട്ട് ഇറങ്ങാം കേട്ടോ. അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തി എത്ര സമ്പാദിച്ചു ഈ മൊബൈലിൽ വാൾപേപ്പർ പണക്കാരൻ്റെ ഇട്ടിട്ട് അദാനിയുടെയും അല്ല മുകേഷ് അംബാനിയുടെയും യൂസഫ് അലിയുടെയും അല്ലെങ്കിൽ എല്ലോ മാക്സിന്റെ എല്ലാം പടം ഇട്ടിട്ട് എത്ര പൈസ ഇയാൾ നേടിയിട്ടുണ്ട്, എത്ര കോടി ഉണ്ടാക്കി? അതൊന്ന് പ്രൂവ് ചെയ്യുമോ? വെറുതെ അങ്ങനത്തെ ഊടായിപ്പൊന്നിട്ട് വരണം കേട്ടോ. ഇദ്ദേഹത്തോട് എനിക്ക് ഒരു ദേഷ്യവും ഇല്ല, എനിക്ക് സഹതാപം മാത്രമാണ്. ഈ എലോ മാക്സ് എന്ന് പറയുന്ന കേട്ടാൽ തന്നെ അറിയാം മൂപ്പര് പഠിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടോ കൂടുതൽ ശ്രമങ്ങളൊന്നും നടത്തുന്ന ആൾ അല്ല എന്നുള്ളത്. ഇപ്പോഴത്തെ കൊച്ചുകുട്ടികൾ വരെ പറയും എലോൺ മസ്ക് എന്നുള്ള ആ ഒരു പേര്. അപ്പോൾ അത്രയും ഫേമസ് ആയിട്ടുള്ള ആ ഒരു പേരും വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല എന്ന് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ക്യാരക്ടർ, അദ്ദേഹം പണം ഉണ്ടാക്കുക എന്നുള്ള ഒരു പോയിന്റ് കേട്ടിട്ടുണ്ട്, അതിൻ്റെ പുറകെ മാത്രം ഓടുകയാണ്. ഇങ്ങനെ പോയിട്ട് വാൾപേപ്പർ മാറ്റി കഴിഞ്ഞാൽ പണം ഉണ്ടാക്കാം, അതിൻ്റെ പിന്നിലെ മെക്കാനിസം എന്താണെന്നുള്ളത് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇവിടെ ഒരുത്തനുണ്ട്, ഇവിടുന്ന് ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാഫിക് ഡിസൈനർ. ഇന്നലെ ഞാനിത് പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞൊരു സാധനമാണ്, ഇതുപോലൊരു വീഡിയോ കണ്ട് ഞാൻ അതിൻ്റെ അടിയിൽ പോയിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇട്ടതാണ്, ഇപ്പം കിട്ടുന്നുള്ള ആ ഒരു സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. അതിനുശേഷം ഇവൻ പോയി ട്രൈ ചെയ്തു. അത് മണി മാനിഫെസ്റ്റേഷൻ്റെ എന്തോ ഒരു വീഡിയോ ആയിരുന്നു. ട്രൈ ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ എത്ര മണിക്കൂറാ? ഓക്കെ, 24 hours കിട്ടും എന്ന് പറഞ്ഞ പണം 48 മണിക്കൂറിനുള്ളിൽ അവനക്ക് കിട്ടാനുള്ള പണം തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസിൻ്റെ അടിയിൽ നെഗറ്റീവ് കമൻറ്റുകൾ ചുരുക്കമാണെങ്കിലും പോസിറ്റീവ് കമൻറ്റുകൾ ഒരുപാട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് കേൾക്കുമ്പോൾ മണ്ടത്തരായിട്ട് തോന്നും. ഇതെങ്ങനെയാ ഒരു വാൾപേപ്പർ മാറ്റുമ്പോൾ ഒരാൾ പണക്കാരനാവുന്നതൊക്കെ തോന്നും. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് ലോജിക്കൽ മൈൻഡ് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. പക്ഷെ അങ്ങനെ തോന്നുമ്പോൾ നമ്മളത് പ്രതികരിക്കാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. പഠിക്കുക, പഠിച്ചിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പ്രതികരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിന് പഠിക്കാനുള്ള ഒരു വീഡിയോ ആയിട്ട് ഈ ഒരു വീഡിയോ കാണുക. മൊബൈലിന്റെ വാൾപേപ്പർ മാറ്റുമ്പോൾ നമ്മൾ എങ്ങനെ പണക്കാരനാകും? അതിനു മുമ്പ് ഞാൻ പണക്കാരനായോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പണക്കാരനൊന്നും അല്ലെങ്കിലും പണ്ടത്തെ അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. എന്താ പറയാ, ഒരു 600 രൂപക്ക് ദിവസക്കൂലിക്ക് ചായക്കടയിൽ വർക്ക് ചെയ്യുന്ന 3 വർഷം മുമ്പുള്ള അവസ്ഥയിൽ നിന്നും ഒരു 58 കോടി രൂപ വാല്യുവേഷൻ ഉള്ള ഒരു കമ്പനിയുടെ CEO ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് പണക്കാരനാണോ അല്ലെങ്കിൽ ജീവിതത്തിൽ മെച്ചപ്പെട്ടതാണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. എൻ്റെ സിറ്റുവേഷൻസ് ഒരുപാട് മാറിയിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്, രക്ഷിതാക്കൾക്കൊക്കെ വേണ്ട കൊടുക്കാൻ പറ്റുന്ന എല്ലാം എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ചില സമയത്ത് സ്വാഭാവികമായിട്ടും ചില ടൈറ്റുകൾ വരും, അതൊക്കെ എനിക്ക് സന്തോഷമാണ്. കാരണം ആ ടൈറ്റ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷമുള്ളൊരു സമയമുണ്ട്. അത് ആലോചിക്കുമ്പോൾ എല്ലാം അങ്ങനെയാണ്. ഒരു ഇറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ഉണ്ടല്ലോ, അതുപോലെയാണ്. അപ്പോൾ വാൾപേപ്പർ മാറ്റിക്കഴിഞ്ഞാൽ പണം ഒരിക്കലും നമ്മളുടെ അടുത്ത് വരികയല്ല ചെയ്യുന്നത്. ആ മെക്കാനിസമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. എങ്ങനെയാണ്? വെൽക്കം ടു ദ വീഡിയോ. ഒരു ട്രാൻസിഷൻ കൊടുക്കുക. നമ്മൾ ഒരു ദിവസം ഏറ്റവും കൂടുതൽ എടുത്തു നോക്കുന്ന ഒരു 10 പ്രൊഡക്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ 10ൽ ഒന്നാമത് നിൽക്കുന്നതായിരിക്കും നമ്മുടെ മൊബൈൽ ഫോണ് എന്ന് പറഞ്ഞ ഈ ഒരു സാധനം. ഇത് നമ്മൾ ഓരോ പ്രാവശ്യവും ഓപ്പൺ ആക്കുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് കൊണ്ടോ അല്ലെങ്കിൽ ലോക്ക് അടിച്ചിട്ടോ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുന്നുണ്ട് അല്ലേ? ഓരോ പ്രാവശ്യവും നമ്മൾ ഈ ഓപ്പൺ ചെയ്യുന്ന സാധനം നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല പലപ്പോഴും ചെയ്യുന്നത്. അതായത് ഫോൺ എടുക്കുന്നത് അറിഞ്ഞുകൊണ്ടായിരിക്കും. അവിടുന്ന് ഓട്ടോമാറ്റിക് ആയിട്ടായിരിക്കും നമ്മൾ ഓപ്പൺ ചെയ്യുന്നതും അതുപോലെ നമുക്ക് വേണ്ട ഒരു ആപ്പിലേക്ക് പെട്ടെന്ന് പോയിട്ട് സ്ക്രോൾ ചെയ്യുന്നവരൊക്കെ. നമ്മൾ വണ്ടി ഓടിക്കുന്ന പോലെയാണ്. വണ്ടി ഓടിക്കുമ്പോൾ കാറൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല തുടക്കത്തിൽ എങ്ങനെയായിരുന്നു, ഇവിടെ എത്തിയത് വരെ എങ്ങനെയാണെന്നുള്ളൊരു സംഗതികൾ നിങ്ങൾക്ക് ഓർമ്മിച്ച് പോയി കഴിഞ്ഞാൽ ഇത്രയും നേരം ആരാ വണ്ടി ഓടിച്ചതെന്നുള്ള ഓർമ്മയില്ലാത്ത അവസ്ഥയൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ലേ? ഇതേപോലെ നമ്മൾ ഫോണ് സബ് കോൺഷ്യസ്ലിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്യാണ്. വളരെ കോൺഷ്യസ്ലി അല്ലാതെ സബ് കോൺഷ്യസ് ഡ്രിവൺ ആയിട്ട് നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്യാണ്. ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ഓരോ സമയത്തും ഈ 16 മണിക്കൂർ 8 മണിക്കൂർ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് ബാക്കി 16 മണിക്കൂർ നമ്മൾ കാണുന്നത് ഈ ഒരു വാൾപേപ്പറാണ്. പണം 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 പണം, അല്ലെങ്കിൽ പണത്തിന്റെ ഫോട്ടോ, അല്ലെങ്കിൽ കാറിന്റെ ഫോട്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോട്ടോ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബ്രെയിൻ കണ്ണിങ്ങനെ കണ്ടിട്ട് ബ്രെയിനിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് അതിലേക്ക് നിങ്ങളുടെ എനർജി പോവും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഞാൻ പറഞ്ഞുതരാം. റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ട് വെറുതെ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുക. ഓപ്പോസിറ്റ് വരുന്ന ട്രെയിനിനൊന്ന് നിങ്ങൾ നോക്കുക. നേരെ നടന്നാൽ മതി. പക്ഷേ
നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളുടെ ദിശ ഇടത്തോട്ടേക്ക് പോകുന്നുണ്ട്. അതായത് ട്രെയിൻ നോക്കിക്കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഇടത്തോട്ടേക്ക് പോകുന്നതാണ്. വേർ യുവർ ഫോക്കസ് ഗോസ് ദർ യുവർ എനർജി ഗോസ് എന്നതിനുള്ള എക്സാമ്പിൾ ആണിത്. നിങ്ങൾ എവിടത്തേക്കാണോ ശ്രദ്ധിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ എനർജി പോയിക്കൊണ്ടേയിരിക്കും. അതിനുള്ള എക്സാമ്പിൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മൾ സ്ഥിരമായിട്ട് വിരഹഗാനങ്ങൾ കേൾക്കുന്ന ഒരാളാണെങ്കിൽ വിരഹം തന്നെയായിരിക്കും ജീവിതത്തിൽ. നമ്മൾ എന്തിനെ കുറിച്ചാണോ കൂടുതൽ ചിന്തിക്കുന്നത് അതായിരിക്കും നമുക്ക് സംഭവിക്കുക. ചില ഭാര്യ ഭർത്താക്കന്മാർ സ്ഥിരമായിട്ട് എൻ്റെ ദാമ്പത്യത്തിൽ അടി ഉണ്ടാവോ എന്ന് പേടിച്ച് നിൽക്കുമ്പോൾ ആ ജീവിതത്തിൽ അടി ഉണ്ടാവും. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഉണ്ടാവുമോ എന്നുള്ള പേടി ബ്രെയിനിലേക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാവും. അടി, പേടി എന്നുള്ള സാധനമാണ് ബ്രെയിനിൽ കിട്ടുന്ന ഫോക്കസ്. അതിനനുസരിച്ച് അവരുടെ എനർജി ഉപയോഗിക്കപ്പെടും. അതായത് എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമ്പോൾ അടി ഉണ്ടാക്കാനുള്ള രീതിയിൽ അവരുടെ ബോഡിയുടെ എനർജിയെ ട്രാൻസ്ഫോം ചെയ്യും. അവരുടെ ബോഡി എനർജി അവർ മാറ്റും. അങ്ങനെ ആ എനർജി ഫോക്കസിലേക്ക് മാറി ആ ഒരു ആക്ട് നടത്തപ്പെടുന്നു എന്നുള്ളതാണ്. ഇതേ സാധനം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെയും പറയുന്നത്. സ്ഥിരമായി ഫോണിന്റെ വാൾപേപ്പർ മാറ്റി നമ്മളിങ്ങനെ ഫോൺ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് പണം എന്നുള്ള സാധനമാണ്. നമ്മുടെ സബ് കോൺഷ്യസ് ഉപബോധ മനസ്സ് അറിഞ്ഞും അറിയാണ്ടും ഈ സാധനം ഒരു ദിവസം ഒരുപാട് പ്രാവശ്യം കാണുമ്പോൾ ഫോക്കസും എനർജിയും അതിലേക്ക് പോകും. ഓട്ടോമാറ്റിക്കലി അവർ ചിന്തിക്കാൻ തുടങ്ങും. പണം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അറിഞ്ഞോ അറിയാതെയോ ചില സമയങ്ങളിൽ ചിന്തിക്കാൻ തുടങ്ങും. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഓക്കെ ഇതെനിക്ക് മണി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് കോൺഷ്യസ് എഫേർട്ട് ഇല്ലാതെ ഉപബോധ മനസ്സ് അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവർ ചിന്തിക്കാനും തീരുമാനമെടുക്കാനും തുടങ്ങും. ഇങ്ങനെ പണം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ അടുത്തുകൊണ്ടിരിക്കും. നമുക്ക് ഉത്തരം കിട്ടാത്ത പല സാഹചര്യങ്ങളിലും ഇൻറ്റ്യൂഷൻ പോലെ, അതായത് നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്നും ഒരാൾ നമ്മളെ നിയന്ത്രിച്ച് ഗൈഡ് ചെയ്ത് അതിന് ഉത്തരം തേടി നമ്മൾ നടക്കുന്നത് പോലൊരു സാഹചര്യം നമുക്ക് ഉപബോധ മനസ്സ് സൃഷ്ടിച്ചു തരും. നേരെ മറിച്ച് നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ നിന്ന് കേൾക്കുന്നത് ദാരിദ്ര്യം ദാരിദ്ര്യം ദാരിദ്ര്യം, നമുക്ക് പണമില്ല പണമില്ല പണമില്ല. ഇങ്ങനെയുള്ള അവസ്ഥയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് ദാരിദ്ര്യം എന്നതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയും നമ്മൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും അവസരങ്ങളെ തട്ടിക്കളയുന്നതും ആയിരിക്കും. ഞാൻ കുറച്ച് മുമ്പേ ക്ലാസ്സുകളിൽ പറഞ്ഞൊരു പോയിന്റാണ്. എൻ്റെ ഇവിടെ ഓഫീസിന്റെ താഴെയുള്ള ഒരു കടയിൽ ഞാൻ ഒരു ബ്രഷ് വാങ്ങാൻ പോയി. ബാത്റൂമിലേക്കുള്ള ബ്രഷ് വാങ്ങാനാണ് പോയത്. എനിക്ക് ബാത്റൂമിലേക്കുള്ള ബ്രഷ് ഓരോന്നും വേണമെന്നുള്ള നിർബന്ധം. ചിലയിടത്ത് കാണാം ഒറ്റ ബ്രഷ് ആയിരിക്കും. ക്ലോസറ്റ് കഴുകാനും ഇരിക്കുന്ന സ്ഥലം കഴുകാനും വാഷ് ബേസ് കഴുകാനും ഫ്ലോർ കഴുകാനൊക്കെ ഒറ്റ ബ്രഷ് ആയിരിക്കും. എനിക്ക് ക്ലോസറ്റിന് വേറെ വേണം, ഫ്ലോറിന് വേറെ വേണം, അതുപോലെ എന്താ പറയുക വാഷ് ബേസിന് വേറെ വേണം, നിർബന്ധമാണ്. ഞാൻ അങ്ങനെ അവിടെ പോയി ഞാൻ പറഞ്ഞു ഇത് വേണം അത് വേണം എന്ന് പറഞ്ഞ് ഓരോന്ന് എടുക്കുമ്പോൾ മൂപ്പർ എന്നോട് ഇങ്ങോട്ട് ചോദിക്കാന്ന് ഇത് പോരെ, ഇതുകൊണ്ട് ഒപ്പിച്ചൂടെ എന്നുള്ളത്. ഒരു കടക്കാരൻ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ പ്രത്യക്ഷത്തിൽ ആർക്കും മനസ്സിലാവില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. എനിക്കത് മനസ്സിലായി. ചെറുപ്പം മുതലേ അദ്ദേഹത്തിന്റെ ഒരു ബ്രെയിൻ പാറ്റേൺ രൂപപ്പെട്ടു വന്നിരിക്കുന്നത് ദാരിദ്ര്യം പണം ഉണ്ടാവണ്ട എന്നുള്ള അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ കച്ചവടം നടക്കുമ്പോൾ അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹം ആ കച്ചവടം മുടക്കുന്നു. ചില രീതികളിൽ ആ കച്ചവടത്തെ ബാക്കോട്ടേക്ക് വലിക്കുന്ന പ്രവൃത്തികൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നും വരുന്നു. ഇതേ സംഗതി വീണ്ടും മറ്റൊരു തവണ പോയപ്പോൾ എനിക്കുണ്ടായി. അതായത് ഞാൻ 30 രൂപയുടെ 2 ലിറ്റർ വെള്ളം 2 ലിറ്റർ വെള്ളം വാങ്ങാനായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് പോയത്. അവിടെ അതില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ലിറ്ററിന്റെ 2 വെള്ളം വാങ്ങി. അതിന് 40 രൂപയാവും. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അത് കച്ചവടമാണ്. പക്ഷേ അദ്ദേഹം അത് കച്ചവടത്തിലൂടെ ചിന്തിക്കാതെ ഹൃദയത്തിലൂടെ ചിന്തിച്ചിട്ട് എന്നോടൊരു 30 രൂപ തന്നാൽ മതി എന്നുള്ളത്. 30 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ അങ്ങനെ 40 അല്ലേ, ഇതിന് വെള്ളത്തിനൊന്നും ആരും വില കുറച്ച് കൊടുക്കുന്നില്ല, 30 മതി. കാരണം ഞാൻ മറ്റേന് പോയതായതുകൊണ്ട്. സ്വാഭാവികമായിട്ടും വെള്ളമൊക്കെ അങ്ങനെ വാങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഒരു സാധനമല്ലാഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു പെരുമാറ്റം വന്നപ്പോൾ 2 പ്രാവശ്യം ഞാൻ നോട്ടീസ് ചെയ്തു. ഇദ്ദേഹത്തിന്റെ ചില പ്രവൃത്തികളും നോട്ടീസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം വെൽത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളല്ല. അദ്ദേഹത്തിനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല, സഹതാപം മാത്രമാണ്. വെൽത്ത് മൈൻഡ് സെറ്റിലേക്ക് വരാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ആ വെൽത്ത് മൈൻഡ് സെറ്റിലേക്ക് ഒരാൾ വന്നാലാണ് വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുകയും അതുപോലുള്ള സ്വഭാവങ്ങളും അതുപോലെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവസരം അതിൽ പെട്ടെന്ന് കാണുന്ന രീതിയിലും ഉണ്ടാവുക. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസരങ്ങൾ കൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുമ്പോൾ അടുത്ത ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അടുത്ത അവസരമോ വരും, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടമാവും അതിലേക്ക് പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള. പക്ഷെ നമ്മൾ ഒന്നിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ റിസൾട്ട് ഉണ്ടാവും എന്നുള്ള ചിന്ത കൊണ്ട് ഞാൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ മൊബൈൽ ഫോണിന്റെ വാൾപേപ്പർ മാറ്റുമ്പോൾ നമ്മൾ ഉപബോധ മനസ്സിനെ ട്യൂൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നെയാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഉപബോധ മനസ്സിനെ ട്യൂൺ ചെയ്യുന്നത്. അതിന് എനർജി ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. ആ കെമിക്കൽസിൽ അബണ്ടൻസ് കെമിക്കൽസ് എന്നറിയപ്പെടുന്ന ഹൈഡ്രജൻ, ഹീലിയം പോലത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട്. ഇതിനൊക്കെ ഒരു എനർജി ഉണ്ടാവും അല്ലേ. എവറി ആറ്റംസ് ആർ മെയ്ഡ് അപ്പ് വിത്ത് എനർജി. അതുപോലെ തന്നെ എവറി തിങ്സ് ആർ മെയ്ഡ് അപ്പ് വിത്ത് ആറ്റം. നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് എല്ലാ വസ്തുക്കളും ആറ്റം കൊണ്ടാണ് നിർമ്മിച്ചത്. ആറ്റം ഇല്ലാത്തൊരു വസ്തുവില്ല അല്ലെ.
എന്തൊരു വസ്തു നമ്മൾ ഫോക്കസ് ചെയ്ത് സൂം ചെയ്ത് മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അതിലെ ആറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മൈക്രോസ്കോപ്പാണോ അതിനേക്കാളും കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത് എന്താണെന്ന് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് വലിയ അറിവില്ല. ആറ്റങ്ങൾ എന്തായാലും അതിൽ കാണാൻ പറ്റും. ഏതൊരു വസ്തുവിലും ഫിസിക്കലി രൂപമുള്ള ഏതൊരു വസ്തുവിലും ആറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഹൈഡ്രജനിലാണെങ്കിലും ആറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അറിവ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല, പറയാണ്. അതുപോലെ ചുറ്റിലുള്ള എല്ലാ സാധനങ്ങളും ആറ്റങ്ങളുണ്ട്. എവരിതിങ്സ് ആർ മേഡ് അപ്പ് വിത്ത് ആറ്റം. എവരിതിങ്സ് എല്ലാ സാധനങ്ങളും മേഡ് അപ്പ് വിത്ത് ആറ്റം. എവറി ആറ്റംസ് ആർ മേഡ് അപ്പ് വിത്ത് എനർജി എന്നാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ആ എനർജിയെ ബാലൻസ് ചെയ്യുക. അതായത് സമൂഹത്തിൽ പണത്തിന് ഒരു എനർജി ഉണ്ട്, അല്ലെങ്കിൽ വെൽത്തിന് ഒരു എനർജി ഉണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന അഭിമാനത്തിനും നിങ്ങൾക്ക് കിട്ടുന്ന ആദരവിനും നിങ്ങൾക്ക് കിട്ടുന്ന ബഹുമാനത്തിനും ഒരു എനർജി ഉണ്ട്. ഈ എനർജിയിലേക്ക് നിങ്ങളും കൂടെ ഉയരണം. എന്നാൽ മാത്രമേ ഇത് രണ്ടും മാച്ച് ആവുള്ളൂ, അലൈൻ ആവുള്ളൂ. നിങ്ങളുടെ ഉള്ളിലുള്ള കെമിക്കൽസ്, ബോഡി ഉണ്ടായിരിക്കുന്നത് ഒരുപാട് കെമിക്കൽസ് കൊണ്ടും ഒരുപാട് ഹൈഡ്രജൻ പോലുള്ള ഒരുപാട് കെമിക്കൽസ് കൊണ്ടാണ്. ഈ കെമിക്കൽസും ഈ പ്രകൃതിയിലുള്ള പണത്തിന്റെ ഊർജ്ജവുമായിട്ട് നമ്മുടെ ഊർജ്ജം രണ്ടും അലൈൻ ആയാൽ മാത്രമേ അത് നമ്മളിലേക്ക് വരുള്ളൂ. നമ്മൾ താഴെയും പണം മേലെയാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ പോകും. നമ്മളെപ്പോഴും ദാരിദ്ര്യത്തിന്റെ രേഖയിലിരിക്കും. നമ്മൾ ഓവർ ആണെങ്കിലും ഇങ്ങനെ പോകും. അപ്പൊ അത് അലൈൻ ചെയ്ത് വെക്കുക, ട്യൂൺ ചെയ്ത് വെക്കുക. അതിന് ഉപബോധ മനസ്സാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ നടക്കുന്നത്. ഇതൊന്നും പഠിക്കാതെ നമ്മൾ അറിയാതെ പുറത്തുനിന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ തെറ്റല്ലേ, ഇതൊക്കെ മണ്ടത്തരല്ലേ, ഇതൊക്കെ ലോജിക്കലി ശരിയല്ലല്ലോ എന്നുള്ളത് തോന്നും. അപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് കണ്ടിട്ടും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞാനത് സമ്മതിച്ചു തരുന്നു. അത് മണ്ടത്തരമാണ്, തെറ്റാണ്. ആരും അത് വിശ്വസിക്കണമെന്ന് ഞാൻ ഒരു രീതിയിലും ശാഠ്യം പിടിക്കുന്നില്ല. ഇത്രയും നേരം എന്നെ കണ്ട് കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി പറയാനുണ്ടെങ്കിൽ, കൂടുതൽ പറയാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് താഴെ കമന്റ് ചെയ്തോളൂ. എല്ലാ കമന്റുകളും വായിച്ച് ഞാൻ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ബൈ.